ദേവയാനി അങ്ങനെ ആ സത്യം തിരിച്ചറിയാണ്. പാലില് വിഷം കലർത്തിയത് അനാമികയാണെന്ന് പെരുങ്കളിയെ ദേവയാനി തിരിച്ചറിഞ്ഞു. ഇന്നത്തെ എപ്പിസോഡിലോട്ട് കിടക്കാം. ദേവയാനിയുടെ മനസ്സില് ആരാണ് പാലില് വിഷം കലർത്തിയതെന്ന് കണ്ടെത്തണമെന്നുള്ള ഒറ്റ ചിന്തയായിരിക്കും. അനാമിക ദേവയാനിയുടെ മനസ്സില് വിഷം കുത്തി വെച്ചിട്ടുണ്ടല്ലോ, നയനയാണ് അത് ചെയ്തതെന്ന്. എന്നാലും അതിന് തക്കതായ തെളിവുണ്ടെങ്കിലേ നയനയെ എല്ലാവരുടെയും മുൻപിലിട്ട് ചോദ്യം ചെയ്യാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കിയ ദേവയാനി നയനയെ വാച്ച് ചെയ്യാൻ തുടങ്ങാണ്. നയന ആദർശിന്റെ അടുത്ത് സംസാരിക്കുന്നതും നയനയുടെ അടുത്ത് സംസാരിക്കുന്നതും ഒക്കെ ഒളിഞ്ഞു നിന്ന് ദേവയാനി കേൾക്കുന്നുണ്ടായിരിക്കും. നയനെ, നീ ഇങ്ങനെ എല്ലാവരും പറയുന്നത് കേട്ടിട്ട് മിണ്ടാതെ നിൽക്കരുത്. ഞാനെന്ന് അനാമികയ്ക്ക് നല്ല മറുപടി കൊടുത്തതാ. അവളെന്ന് പറഞ്ഞതേ നീയാണ് പാലിലെ വിഷം കലർത്തിയതെന്നാ. എന്തിനാ എല്ലാ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നേ? എനിക്ക് നല്ല സംശയമുള്ളത് ആ അനാമികയെയും അവളുടെ അമ്മയെയും തന്നെയാ. അതല്ലെങ്കിൽ എന്റെ അമ്മായിയമ്മയോ അഭിയോ. അന്നെന്നോട് എന്ത് സ്നേഹമായിരുന്നു അഭിക്കെന്നറിയോ? അന്ന് തന്നെ ഞാൻ അവനെ സംശയിക്കേണ്ടതായിരുന്നു. ചേച്ചി പറഞ്ഞ പോലെ തന്നെയാ എനിക്കും സംശയം. അനാമികയെ സംശയിക്കാതിരിക്കാൻ പറ്റിയ ഒരു കാര്യവും അവളുടെ കയ്യിലില്ല. അവളുടെ പെരുമാറ്റമൊക്കെ ഇപ്പൊ ആകെ മോശ. എന്തൊക്കെ കാര്യങ്ങളാ അവള് മുത്തശ്ശന്റെ അടുത്തൊക്കെ സംസാരിച്ച്. ഇതൊന്നും ദേവയാനി അറിയുന്നില്ലല്ലോ. മുത്തശ്ശനോട് എതിർത്ത് സംസാരിച്ചതൊന്നും അതൊന്നും അനാമിക പറയാറില്ലല്ലോ. സ്വന്തമായിട്ട് പുകഴ്ത്തി സംസാരിക്കാൻ മാത്രമേ അനാമികയ്ക്ക് അറിയൂ. അതുകൊണ്ട് തന്നെ ദേവയാനിയുടെ മുൻപില് അനാമിക നല്ല രീതിയിലാണ് നിൽക്കുന്നത്. ചേച്ചി ഇനി ഇക്കാര്യം ഓർത്ത് തല പോക്കേണ്ട. അതിന്റെ വഴിക്ക് അങ്ങ് വിട്ടാ മതി. അതെങ്ങനെയാ നയനെ വിടുക? എല്ലാവരും ചേർന്ന് നമ്മളെയാ ഇപ്പൊ കുറ്റക്കാരിയാക്കുന്നത്. നീയല്ലെങ്കിൽ ഞാന്. ഇതാ എല്ലാവരും പറയുന്നേ. എനിക്കങ്ങനെ വിടാനൊന്നും പറ്റില്ല. ചേച്ചി, മുത്തശ്ശൻ പറഞ്ഞത് ചേച്ചി കേട്ടതല്ലേ. ഇനി ഇതിന്റെ പേരിലൊരു പ്രശ്നം ഇവിടെ വേണ്ട. വെറുതെ നമ്മളായിട്ട് എന്തിനാ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നേ? അങ്ങനെയല്ലല്ലോ. വല്യമ്മ ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നത് നീ തന്നെയാ വിഷം കലർത്തിയതെന്നാ. അമ്മയെ പറഞ്ഞ് തിരുത്താനൊന്നും നമ്മളെ കൊണ്ടാവില്ല. അതുകൊണ്ട് ഇതങ്ങ് വിടുന്ന നല്ലത്. ഇതും പറഞ്ഞുകൊണ്ട് നയന അങ്ങ് പോവാണ്. എന്നാ ഇവര് സംസാരിക്കുന്ന കേട്ടപ്പോ ദേവയാനിക്ക് മനസ്സിലാവുന്നുണ്ട് നയനയോ നവ്യോ അല്ല ഇത് ചെയ്തിരിക്കുന്നതെന്ന്. എന്നാ ദേവയാനിക്ക് അനാമികയെ അത്രയും വിശ്വാസാണ്. അപ്പോഴും അനാമികയെ ദേവയാനി സംശയിക്കുന്നില്ല. എന്നാ ദേവയാനി മോളെ ഒന്ന് കണ്ടിട്ട് പോയെന്നും പറഞ്ഞ് അനാമികയുടെ റൂമിലോട്ട് പോവാണ്. പോകുന്ന സമയത്തായിരിക്കും അനാമിക നല്ല ഫോൺ ചെയ്യില്ലായിരിക്കും. രേവതിയാണ് വിളിക്കുന്നത്. മോൾ ആരോട് ഫോൺ ചെയ്യാ, പിന്നെ വരാമെന്നും പറഞ്ഞ് പോരാൻ നേരത്തായിരിക്കും അനാമികയുടെ സംസാരം ശ്രദ്ധിക്കുന്നത്. വല്യമ്മ എന്നൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോ ദേവിയാനി ഇങ്ങനെ ചെവിയോർത്ത് നിൽക്കുന്നുണ്ട്. അങ്ങനെ അനാമിക പറയുന്നുണ്ട് അമ്മയുടെ അടുത്ത്, അമ്മേ, ഈ പ്ലാൻ എന്തായാലും നടന്നില്ല എന്ന് കരുതി നമ്മൾ ഇനിയും ട്രൈ ചെയ്യണം. എന്നാലല്ലേ ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കൂ. ആ നയനയെയും നവ്യയെയും നമുക്ക് ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണ്ടേ? അമ്മയ്ക്കറിയാലോ, നമ്മൾ ഒരുപാട് ശ്രമിച്ചതാ അവരെ പുറത്താക്കാനെന്ന്. ലാസ്റ്റായിട്ട് നമ്മൾ എന്താ ചെയ്തേ? ആ പാലില് വിഷം കലർത്തി വെച്ചു. അവളുമാർക്ക് രണ്ടാൾക്കേ ഭയങ്കര ഭാഗ്യ. അതുകൊണ്ടല്ലേ നവ്യ ആ പാല് കുടിക്കാതിരുന്നത്. അതല്ല, ആ പാല് വല്യമ്മയ്ക്ക് പകരം നവ്യയാണ് കുടിച്ചിരുന്നെങ്കില് അവളെ കുഞ്ഞും നഷ്ടപ്പെടും. അവളുടെ സ്ഥാനം ഈ അനന്തപുരിക്ക് വെളിയിലായനെ. അല്ലെങ്കിലേ അബിക്ക് അവളെ കണ്ണെടുത്താ കണ്ടൂടാ. ഇനി കുഞ്ഞും കൂടെ നഷ്ടപ്പെട്ടാ അവൾക്ക് ഈ വീട്ടില് അനിയന്റെ ഭാര്യയായിട്ട് താമസിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് കേട്ട് ദേവയാനി ആകെ ഞെട്ടുന്നുണ്ട്. അനാമിക തന്നെയാണോ ഇതൊക്കെ പറയുന്നേ എന്നായിരിക്കും ദേവയാനി ചിന്തിക്കുന്നത്. ഇതൊക്കെ കേട്ട് ആകെ ഷോക്കിൽ നിൽക്കുമായിരിക്കും ദേവയാനി. അങ്ങനെ നേരെ റൂമിലോട്ട് പോരുന്നുണ്ട്. എന്നാൽ അനാമികയോട് ഇത് ചോദിക്കാനൊന്നും നിൽക്കുന്നില്ല. റൂമിൽ വന്ന് ആകെ തളർന്നിരിക്കുന്ന ദേവയാനിയുടെ അടുത്തോട്ട് ജയൻ വരുന്നുണ്ട്. എന്തു പറ്റി ദേവയാനി? നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ല ജയേട്ടാ. അല്ല, നിന്റെ മുഖത്ത് എന്തോ വിഷമമുള്ള പോലെ. അത് ഒന്നുമില്ല. അത് കുറച്ചു നേരം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നടന്നില്ലേ, അതിൻ്റെ ഒരു ക്ഷീണ. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ്ട. നീ നല്ല പോലെ റെസ്റ്റ് എടുക്കണം. ഡോക്ടർ പറഞ്ഞതല്ലേ. നീ കിടക്ക്. ഞാൻ നയന മോളോട് നിനക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരാൻ വേണ്ടി പറയാം. അങ്ങനെ ജയനങ്ങ് താഴോട്ട് പോവാണ്. താഴെ ചെന്ന് നയനയോട് പറയുന്നുണ്ട്, മോളെ, അമ്മയ്ക്ക് നല്ല ക്ഷീണമുണ്ട്. നീ എന്തെങ്കിലും അമ്മയ്ക്ക് കുടിക്കാൻ കൊണ്ടു കൊടുക്ക്. അങ്ങനെ വേഗം തന്നെ നമ്മുടെ നയന ജ്യൂസ് ഉണ്ടാക്കിയിട്ട് ദേവയാനിയുടെ അടുത്തോട്ട് ചെല്ലുകയാണ്. പലതവണ ദേവയാനിയുടെ കാര്യങ്ങൾ നോക്കാനായിട്ട് റൂമിലോട്ട് ചെല്ലുമ്പോഴും ദേവയാനി നയനയെ അവിടെ നിന്ന് ഓടിച്ചു വിടാറുണ്ട്. എന്നാ ഇത്തവണ ദേവയാനി നയനയോട് ഒന്നും പറയുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ നയനയ്ക്ക് ഒരുപാട് സന്തോഷാവുന്നുണ്ട്. അമ്മേ, ജ്യൂസ് കുടിക്ക്, അമ്മയ്ക്ക് നല്ല ക്ഷീണമുണ്ടെന്ന് അച്ഛൻ പറഞ്ഞു. അമ്മ ഇത് കുടിക്കെന്നും പറഞ്ഞ് നയന ജ്യൂസ് കൊടുക്കാണ്. ദേവയാനി ഇത് വാങ്ങി കുടിക്കുന്നുണ്ട്. എന്നാ എന്തൊക്കെയോ നയനോട് പറയണമെന്ന് ദേവയാനിക്കുണ്ട്. എന്നാ ഏതു നേരവും നയനയെ കുറ്റപ്പെടുത്തിയിട്ടും ദേഷ്യപ്പെട്ടുവാണല്ലോ സംസാരിക്കുന്നത്. ആ ഒരു മടി കാരണം ദേവയാനി നയനയോടൊന്നും പറയുന്നുണ്ടായിരിക്കില്ല. അമ്മയ്ക്ക് എന്തെങ്കിലും എന്റെ അടുത്ത് പറയാനുണ്ടോ? അമ്മ എന്താ ഇങ്ങനെ നോക്കുന്നേ? ഒന്നുമല്ല, എനിക്കൊന്നും പറയാനില്ല. എന്താ അമ്മേ, അമ്മയ്ക്ക് വല്ല വയ്യായുണ്ടോ? ഹോസ്പിറ്റലിൽ പോണോ? ആദർശേട്ടനെ വിളിക്കാം. എനിക്ക് കുഴപ്പമൊന്നുമില്ല.
അന്ന് പാലില് വിഷം കലർത്തിയത് ആരാണെന്ന് നിനക്ക് ആരെങ്കിലും സംശയമുണ്ടോ? അങ്ങനെ ചോദിച്ചാ അത് ഇല്ല അമ്മേ, എനിക്ക് ആരെയും സംശയമില്ല. നീ പറ. അനാമികയെ എനിക്ക് സംശയമുണ്ട്. അവളുടെ പല പെരുമാറ്റങ്ങളും എനിക്ക് അങ്ങനെ തോന്നിയിട്ടുമുണ്ട്. അല്ല, അമ്മ എന്താ ചോദിച്ചേ? ഒന്നുമല്ല, നീ പൊക്കോ എന്ന് പറഞ്ഞ് നയനയെ പറഞ്ഞു വിടാണ്. എന്നാൽ നയനയ്ക്ക് എന്തൊക്കെയോ സംശയം തോന്നുന്നുണ്ട്. ദേവയാനിക്ക് എന്തൊക്കെയോ മനസ്സിലായെന്ന് നയനയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ആദർശിന്റെ അടുത്ത് പോയി പറയുന്നുണ്ട്, ആദർശേട്ടാ, അമ്മ എൻ്റെ അടുത്ത് ചോദിച്ചു, ഇങ്ങനെ ആരെങ്കിലും സംശയമുണ്ടോ പാലില് വിഷം കലർത്തിയതെന്ന്. ഇതുവരെ അമ്മ എന്നെയാ സംശയിച്ചിരുന്നത്. എന്നാ അമ്മ ഇപ്പൊ എന്നോട് തന്നെയാ ചോദിച്ചേ, നിനക്ക് ആരെങ്കിലും സംശയമുണ്ടോ എന്ന്. അമ്മയ്ക്ക് എന്തൊക്കെയോ മനസ്സിലായ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അമ്മ ഒരു കാര്യമില്ലാതെ നിന്റെ അടുത്ത് അങ്ങനെ ചോദിക്കില്ലല്ലോ. അറിയില്ല ആദർശേട്ടാ, ഞാൻ ചോദിച്ചില്ല. എന്തായാലും അമ്മയോട് ഞാൻ ചോദിച്ചോളാം എന്ന് ആദർശ് പറയുന്നുണ്ട്. അനാമിക എന്റെ മുൻപിൽ എത്ര നന്നായിട്ടാ അഭിനയിക്കുന്ന എന്നൊക്കെ ദേവയാനി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്. ഇതുവരെ ചെയ്തതെല്ലാം അവള് കള്ളങ്ങളാണെന്ന് ദേവയാനി മനസ്സിലാക്കുകയാണ്. എന്നാ ഇനിയും അവളെ എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് അറിയാനായിട്ട് ദേവയാനി അനാമികയുടെ അടുത്ത് ഒന്നും ചോദിക്കുന്നുണ്ടായിരിക്കില്ല. അങ്ങനെ വല്യമ്മയെ കാണാനായിട്ട് അനാമിക റൂമിലോട്ട് വരുന്നുണ്ട്. ഈ സമയത്ത് ദേവയാനിക്ക് വലിയ മൈൻഡൊന്നും കാണില്ല കേട്ടോ. എന്നാലും ദേവയാനി, നീ വന്നോ എന്നൊക്കെ ചോദിച്ച് അനാമികയെ ഉള്ളിലോട്ട് വിളിക്കുകയാണ്. അല്ല വല്യമ്മേ, വല്യമ്മയ്ക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ. വല്യമ്മയ്ക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണോ? എനിക്കൊന്നും വേണ്ട. നയന വല്യമ്മയ്ക്ക് എന്തോ കൊണ്ടുവരുന്ന കണ്ടല്ലോ. എന്താ? അവൾ എനിക്ക് ജ്യൂസ് കൊണ്ടുവന്നതാ. വല്യമ്മയല്ലാതെ വിശ്വസിച്ച് അവളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വാങ്ങി കുടിക്കോ? ആ പാലില് വിഷം കലർത്തിയത് ഞാൻ പറഞ്ഞതല്ലേ അവളാണെന്ന്. വല്യമ്മ അവള് കൊണ്ടുവരുന്ന ഒന്നും കഴിക്കണ്ട. വല്യമ്മയ്ക്ക് എന്തെങ്കിലും വേണമെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി, ഞാൻ കൊണ്ടുവന്നോളാം. എനിക്കിവിടെ ആരെയും വിശ്വാസമില്ല. അതിപ്പോ നയനയായാലും ആരായാലും. അതെന്താ വല്യമ്മ അങ്ങനെ പറഞ്ഞേ? വല്യമ്മയ്ക്ക് എന്നെ വിശ്വാസമല്ലേ? അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. നീ അത് വിട്ടേക്ക്. അല്ല, നീ എന്താ ഇങ്ങോട്ട് വന്നേ? വല്യമ്മേ, എനിക്കെന്നോട് ഒരു സ്നേഹവും. അന്ന് ഞാൻ പറഞ്ഞില്ലേ ഹോസ്പിറ്റലിൽ നന്ദു വന്നിരുന്നു എന്ന്. അവളെ മറക്കാൻ എനിക്കൊരിക്കലും പറ്റില്ല. എല്ലാറ്റിനും കൂട്ടു നിൽക്കുന്നതേ ആ നവ്യയും നയനയോ. അനിയുടെ ജീവിതത്തിൽ നിന്ന് എന്നെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം. എന്നിട്ട് അവൾമാരുടെ അനിയത്തിയുണ്ടല്ലോ നന്ദു, അവരെ അനന്തപുരിയിലോട്ട് കൊണ്ടുവരണം. അതാ അവരുടെ പ്ലാൻ. നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ അനാമികയെ? എൻ്റെ തല ആകെ പൊട്ടിപ്പിളരുന്നുണ്ട്. നീ വെറുതെ എൻ്റെ അടുത്ത് അതും ഇതും പറയല്ലേ. എന്താ വല്യമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഞാൻ പിന്നെ എങ്ങനെയാ സംസാരിക്കണ്ടേ? നിന്റെ പല കാര്യങ്ങളും എനിക്ക് മനസ്സിലാവില്ലെന്ന് നീ കരുതണ്ട. നിന്നെയാണല്ലോ ഞാൻ സ്നേഹിച്ചെന്ന് ഓർക്കുമ്പോൾ എനിക്ക് ഇപ്പൊ പുച്ഛം തോന്നാ എന്നോട് തന്നെ. വല്യമ്മ എന്താ ഒരു പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുന്നേ? ഒന്നുമില്ല, നീ പോ. നീ എൻ്റെ മുന്നിൽ നിന്ന് പൊക്കെ. എനിക്ക് കുറച്ചു നേരം റെസ്റ്റ് എടുക്കണം. അങ്ങനെ അനാമികയെ പറഞ്ഞു വിടുന്നുണ്ട്. എന്താ വല്യമ്മയ്ക്ക് പറ്റിയേ? വല്യമ്മ പെട്ടെന്ന് ചൂടാവുന്ന എന്താ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് അനാമിക നിൽക്കുകയാണ്. എന്നാ എല്ലാം തുറന്നു ചോദിക്കണമെന്ന് ദേവയാനിക്കുണ്ട്. എന്നാ ഇതുവരെയും തെളിയിക്കാത്ത ഒരു നെക്ലേസ് കേസ് ഉണ്ടല്ലോ, അതും അനാമിക ചെയ്തതാണെന്ന് ദേവയാനിക്ക് സംശയമുണ്ട്. എല്ലാറ്റിനും തെളിവ് കിട്ടിയതിന് ശേഷം വേണം എല്ലാവർക്കും മുൻപില് അനാമികയെ വെട്ടി തുറന്ന് കാണിക്കാനെന്നാണ് ദേവയാനി ചിന്തിക്കുന്നത്. ഇവളെയാണല്ലോ ഞാൻ എൻ്റെ സ്വന്തം മരുമകളേക്കാൾ കൂടുതൽ സ്നേഹിച്ചെന്നോർത്ത് ദേവയാനിക്ക് ഒരുപാട് സങ്കടം വരുന്നുണ്ട്. ദേവയാനി ഓരോന്ന് ആലോചിച്ച് കിടക്കാണ്.